ചില വചനങ്ങൾ നമുക്ക് വായിക്കാം. വേഗത്തിൽ വചന ശുശ്രൂഷ വേഗത്തിൽ നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് ആലോചന നൽകി പൂർത്തീകരിക്കുക. നമുക്ക് വിലാപങ്ങളുടെ പുസ്തകം 5:21 വിലാപങ്ങളുടെ പുസ്തകം, യിരെമ്യാ പ്രവാചക പുസ്തകത്തിന് ശേഷം യിരെമ്യാവിന്റെ തന്നെ വിലാപങ്ങളുടെ പുസ്തകം 5:21 വായിക്കാം. അപ്പോൾ തന്നെ 1 തെസ്സലോനിക്കർ 4:3 വായിക്കാം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. 1 തെസ്സലോനിക്കർ 4:3 വായിക്കാം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് കേൾപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗം തരുന്ന എല്ലാ വചനങ്ങൾക്കുമായി സ്തോത്രം. ഞങ്ങളെ ശക്തീകരിക്കണമേ, യഥാസ്ഥാനപ്പെടുത്തണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാം വായിച്ചു വിലാപങ്ങളുടെ പുസ്തകം. അതിൻ്റെ 5 അധ്യായമാണ് ഉള്ളത്. ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിൽ അവരുടെ ഈ ഭൗതിക ലോകത്ത് അവർ സ്ഥാനചലനം സംഭവിച്ച് കടക്കുകയാണ്. അതിൽ നിന്നും അവരെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി അവർക്ക് എവിടെ നിന്നാണോ അവർ വന്നത് അങ്ങോട്ടേക്ക് അവരെ മടക്കി വരുത്തുവാൻ ഉള്ള ഒരു പ്രാർത്ഥനയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. ഇത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒരു ഭൗതിക യഥാസ്ഥാപനത്തിന്റെ പ്രാർത്ഥനയാണ്. അവർ വിട്ടുപോന്ന ദേശത്തിലേക്ക്, പ്രവാസത്തിൽ നിന്നും വിട്ടുപോകുന്ന ദേശത്തിലേക്ക് ദൈവത്താൽ ദൈവം അവരെ അനുഗ്രഹിച്ച് ആക്കി വെച്ച ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥന പുതിയ നിയമ വെളിച്ചത്തിൽ അതിനൊരു ആത്മീക തലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് രാവിലെ കാലം നാം ഇന്ന് കേട്ടു കർത്താവിന്റെ ദാസനിലൂടെ നാം എവിടെ നിന്ന് വീണുപോയി എന്നോർത്ത് നമ്മൾ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ ഒരു മടങ്ങി വരവ് ദൈവസഭയ്ക്ക് എപ്പോഴും എല്ലാ കാലത്തും വേണം. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവസഭയിലേക്ക് കടന്നു വരുന്നതിന്റെ ഒന്നാമത്തെ പടി എന്താന്ന് ചോദിച്ചാൽ മാനസാന്തരമാണ്, അല്ലേ? ദൈവസഭയിലേക്ക്, അതാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, വചനം കേട്ട ഓരോരുത്തരും മാനസാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ മാനസാന്തരം എന്നുള്ള ആത്മീക പ്രവർത്തനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുന്ന ആ സമയം മാത്രമല്ല, ജീവിത അവസാനം വരെ ഈ മാനസാന്തരം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ജീവിത അവസാനം വരെ നമുക്ക് മാനസാന്തരം വേണം. ചില ആളുകൾ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാറുണ്ട്. ഒരുപക്ഷെ അവർ ഭയങ്കര കുടിയന്മാരായിരുന്നായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ക്രിമിനലുകളായിരിക്കും. അവർ ഈ വചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു തിരിച്ചറിവുണ്ടായി അവരുടെ ആ പ്രവൃത്തി അങ്ങ് നിർത്തും. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോയി സാക്ഷ്യം പറയിപ്പിക്കും. വെടിക്കെട്ട് സാക്ഷ്യമായിരിക്കും. ചില ആളുകൾ അതിനകത്ത് കളർഫുൾ ആക്കി പറയും, ഞാൻ കാട്ടില്ല ജനിച്ചേ, പുലിപ്പാല് കുടിച്ചാ വളർന്നേ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് കൊഴിപ്പിക്കും. ഇങ്ങനെയുള്ള ആളുകളെ പല നിലയിൽ ഇങ്ങനെ സാക്ഷിയൊക്കെ പറയിപ്പിച്ച് ജനത്തെ എല്ലാം ത്രസിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ ഈ ആളെ പറ്റി ഒന്നും കേൾക്കാൻ പോലും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് പിശാചിന്റെ അടിമത്തത്തിലുള്ള യാത്ര അവസാനിപ്പിക്കുക മാത്രമല്ല, ക്രിസ്തുവിലേക്ക് തിരിയുന്നത് കൂടെയാണ്. പല ആളുകളും പിശാചിന്റെ അടിമത്തത്തിലുള്ള യാത്ര അവസാനിപ്പിക്കും, എന്നിട്ട് അവിടെ തന്നെ നിൽക്കുക. ക്രിസ്തുവിലേക്ക് അവർ തിരിഞ്ഞെങ്കിൽ മാത്രമേ ക്രിസ്താനുരൂപമായി അവർ തീരത്തുള്ളൂ.
യേശു ക്രിസ്തുവിനോട് അനുരൂപപ്പെട്ടവർ തീരുമ്പോൾ മാത്രമേ ഇവർ ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾ കൊണ്ട് വിലയുണ്ടാകുന്നുള്ളൂ. അവർ മദ്യപാനം നിർത്തിയത് കൊണ്ടോ ക്രിമിനൽ പ്രവർത്തനം നിർത്തിയത് കൊണ്ടോ ആമേൻ സ്തോത്രം അവർ എങ്ങും എത്തുന്നില്ല. അത് നല്ലത്, അത് പ്രാഥമിക സ്റ്റേജാ. എന്നാൽ ഇതിൽ നിന്നും കർത്താവിങ്കലേക്കും അവന്റെ മുഖപ്രകാശ രക്ഷയിലേക്കും ഇവർ തിരിഞ്ഞ് ഓരോ ദിവസവും തിരിഞ്ഞ് ഇങ്ങനെ ഒരു രൂപാന്തരം വന്നെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടത്തുള്ളൂ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ പ്രത്യേകമായ നിലകളിൽ ഈ അവസ്ഥയുണ്ടായ വലിയ ക്രിമിനലുകളായിരിക്കാം, കൊലപാതകികളായിരിക്കാം, ഇവരെല്ലാം എവിടെ നിന്നോ വചനം കേട്ടപ്പോൾ പെട്ടെന്ന് അവർ ഇതെല്ലാം നിർത്തിയപ്പോൾ പല സഭകളും ഇവരെ ഇങ്ങനെ ഉയർത്തി എല്ലായിടത്തും ഇവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിൽ പല ആളുകളും പിന്നെയും തങ്ങളുടെ പഴയ പ്രവൃത്തിയിലേക്ക് വീണുപോയിട്ടുണ്ട്. ഇവർ പല ആളുകളും പിന്നെയും ഇവർ പഴയ പ്രവൃത്തിയിലേക്ക് വീണു പോയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മടങ്ങി വരവിന്റെ പ്രാർത്ഥന, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. അപ്പോൾ ദൈവത്തിങ്കലേക്ക് നാം പൂർണ്ണമായി ഓരോ ദിവസവും അടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? ദൈവത്തിങ്കലേക്ക് നാം പൂർണ്ണമായി, നാം പലതും നിർത്തി, മദ്യപാനം നിർത്തി, പല ഈ ലോകത്ത് ഒരു പിശാചിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരുവൻ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മൾ നിർത്തി, നല്ലത്. എന്നാൽ കർത്താവിങ്കലേക്ക് നമ്മൾ തിരിഞ്ഞിട്ടുണ്ടോ? കർത്താവിങ്കലേക്ക് തിരിയുമ്പോൾ ഫിലിപ്പിയാലേഖനം 2:5 നമ്മുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങും. ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനത്താൽ നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരായി തീർന്നു. അപ്പോൾ വചനം ശുദ്ധീകരിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, അങ്ങനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കപ്പെടേണ്ട ആളുകൾ ഏറ്റവും കൂടുതൽ വചനം കേട്ട ആളുകളാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്ന ആരാ? ഏറ്റവും കൂടുതൽ വചനം കേട്ടവരാ. അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം വചനം കേട്ടിട്ടും നാം ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ? നമ്മുടെ അസഹിഷ്ണുത മാറുന്നുണ്ടോ? നമ്മുടെ വിദ്വേഷം മാറുന്നുണ്ടോ? നമ്മുടെ കപടത മാറുന്നുണ്ടോ? നമ്മുടെ കോപം മാറുന്നുണ്ടോ? നമ്മുടെ ദുഷ്കാമം മാറുന്നുണ്ടോ? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഒത്തിരി വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കുറവ് വരുന്നുണ്ടോ? അതാണ് ചോദ്യം. കള്ളുകൂടി നിർത്തിയോ എന്നുള്ളതല്ല ചോദ്യം, മോഷണം നിർത്തിയോ എന്നുള്ളതല്ല ചോദ്യം, ക്രിമിനൽ പ്രവർത്തനം നിർത്തിയോ എന്നുള്ളതുമല്ല ചോദ്യം. ദൈവസഭയ്ക്കകത്ത് ഇത്രമാത്രം വചനം നമ്മൾ ഓരോരുത്തരും കേൾക്കുന്നത് കൊണ്ട് ക്രിസ്താനുരൂപരായി തീരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ ആ ഒരു സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം ആ മാനസാന്തരപ്പെട്ട ഇടത്ത് അവിടെ തന്നെ നിൽക്കുവാണോ? ഇതാണ് ചോദ്യം. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, വചനം കേട്ടിട്ട് നിങ്ങൾ അതിനെ ചെയ്യാതിരുന്നാൽ നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകും. നമ്മൾ മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ട്, അത് എളുപ്പം. നമ്മളെ തന്നെ ചതിക്കുന്നവരായി തീരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മളെ തന്നെ നമ്മൾ ചതിക്കുന്നവരായി തീരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ നമ്മൾ ചതിക്കുന്നവരൊന്നും അല്ല, അല്ല 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 ആരും ചെയ്യത്തില്ല. നമ്മളെ തന്നെ നമ്മൾ ചതിക്കുന്നുണ്ടോ? വചനം കേട്ടിട്ട് അതിനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുക. വചനം പ്രസംഗിച്ചിട്ട് ഞാൻ ആ വചനാനുസരണം ജീവിക്കാതിരുന്നാൽ ഞാൻ എന്നെ തന്നെ ചതിക്കുക. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ ഇതെല്ലാവർക്കും ബാധകമാണ്.
ദൈവക്കളെ, വചനത്തിന്റെ കേൾവി നമുക്കൊരു ശുദ്ധീകരണം തരണം. വചനത്തിനകത്ത് നല്ല പോയിന്റുകൾ ഉണ്ടായിരുന്നു എന്ന് കുറിച്ചു വെക്കുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുറിച്ചു വെച്ചോ, ഇത് യഥാർത്ഥത്തിൽ നമുക്കൊരു ശുദ്ധീകരണം തരുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ സഭയിൽ? നമ്മളല്ലേ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്നവർ. ഏറ്റവും കൂടുതൽ ചതിക്കപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വചനം കേൾക്കുന്നവരാ, അല്ലേ? വചനം കേട്ടിട്ട് അതിനെ ചെയ്യാതിരുന്നാൽ, കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് നിന്റെ മുഖത്തിന്റെ വൃത്തികേട്, ഇന്ന സ്ഥലങ്ങളിൽ ചെളി ഉണ്ടെന്ന് മനസ്സിലായിട്ട് ആ ചെളി കഴുകിക്കളയാതെ സമൂഹത്തിലേക്ക് പോകുന്നവന്റെ ഒരു അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. നമ്മൾ ആരെങ്കിലും ചെയ്യുമോ? കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ചെളിയിരിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ഉള്ള പുട്ടിയെല്ലാം ഇട്ടേച്ച് വരും, പ്രൈസ് ദി ലോർഡ്, ഉള്ള കുഴിവെല്ലാം അടച്ചേച്ച് വരും. എന്നാൽ കണ്ണാടിയുടെ മുമ്പിൽ നോക്കി ചെളിയിരിക്കുന്നത് കണ്ടിട്ട് അത് കഴുകിക്കളയാതെ നമ്മൾ ആരും വെളിയിലോട്ട് ഇറങ്ങത്തില്ല. എങ്ങനാണെങ്കിൽ വചനം എന്ന കണ്ണാടിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിവിധങ്ങളായ ദൈവദാസന്മാരിലൂടെ ഇരുത്തുമ്പോൾ, ആ വചനത്തിന്റെ മുമ്പിൽ, വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മെ തന്നെ കണ്ട് ഇന്ന വിധമെന്ന് ബോധ്യമായിട്ട് ആമേൻ നാം ഇറങ്ങിപ്പോകുമ്പോൾ ആ വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെട്ടത്, ആമേൻ, ഒരിക്കലും കണ്ണാടി വന്ന് നമ്മുടെ മുഖത്തെ വൃത്തികേടുകൾ കണ്ണാടി മാറ്റി തരത്തില്ല. കണ്ണാടി കാണിച്ചു തരത്തേയുള്ളൂ. വചനം നമ്മുടെ മുമ്പിൽ പലതും, ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ കേട്ടതും ഇപ്പോൾ കേൾക്കുന്നതുമായ പലതിലൂടെയും കണ്ണാടി, ദൈവവചനമാകുന്ന കണ്ണാടി നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തി തരുമ്പോൾ, ആമേൻ സ്തോത്രം, അതിനെ താലോലിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടിരിപ്പാനാണോ താല്പര്യം, അതോ ഇതിനെ പൂർണ്ണമായി മാറ്റിയിട്ട് ക്രിസ്താനുരൂപരായി തീരുവാനാണോ താല്പര്യം? നമുക്ക് കർത്താവിന് എല്ലാവർക്കും ചേർന്ന് മഹത്വം കൊടുക്കാം. അപ്പോൾ എന്തുവാ ചെയ്യേണ്ടത്? നാം മടക്കയാത്രയിലാണ്, അല്ലേ? ആകയാൽ നിങ്ങൾ തിരുവചനത്തിൽ മാനസാന്തരത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയുക. ധൂർത്തുപുത്രൻ പന്നിക്കൂട്ടിൽ വെച്ചവന് മാനസാന്തരം ഉണ്ടായിട്ട് അവിടെ തന്നെ തുടർന്നാൽ എന്തു പ്രയോജനം? അവന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു. അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർത്തത് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ ഇവനെക്കാട്ടിൽ സമൃദ്ധിയായി കഴിയുന്നതോർത്തു, അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്തിയെങ്കിൽ മാത്രമേ അവന് പ്രയോജനമുള്ളതെങ്കിൽ. ആമേൻ സ്തോത്രം. വചനം കേൾക്കുമ്പോൾ മനസ്സിനൊരു അന്ധരം ഉണ്ടാകുന്നുണ്ട്, നല്ലത് തന്നെ. എന്നാൽ നിങ്ങൾ ഒരു ടേൺ ബാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഒരു യാത്ര ചെയ്തെങ്കിൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഇത് ഉപകാരമായി തീരത്തുള്ളൂ. നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ടവരാണ്. ഇപ്പോഴും നമ്മൾ യാത്രയിലാണ്. മാനസാന്തരത്തിൽ നമ്മൾ യാത്ര ചെയ്യുക, അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുക, സ്വർഗീയ സിയോനിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ട് തിരിയാനാണ്? അപ്പോസ്തലപ്രവൃത്തികൾ 3:19 പറഞ്ഞ, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. മാനസാന്തരത്തിന്റെ കാര്യം പറയുന്നിടത്ത് വിവിധങ്ങളായ ഇടങ്ങളിൽ തിരിഞ്ഞണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞ് പിന്നെ നമ്മുടെ യാത്ര എങ്ങോട്ടാ? ആമേൻ. ഇസ്രായേൽ മക്കൾ അവർക്ക് നഷ്ടപ്പെട്ട ഭൗതിക ദേശത്തിലേക്കാണ് യാത്രയെങ്കിൽ പഴയ നിയമത്തിലെ സംഗതികളെല്ലാം നിഴലാ. നമ്മുടെ യാത്ര സ്വർഗീയ സിയോനിലേക്കാ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. അപ്പോൾ സ്വർഗീയ സിയോനെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുക. എപ്പോൾ ലോകത്തിൽ ദൈവഹിതമല്ലാതെ, ആമേൻ, പൈശാചികന്റെ അടിമത്തത്തിലുള്ള യാത്ര നമ്മൾ അവസാനിപ്പിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യാത്ര ചെയ്യണം, അല്ലെ? തിരിഞ്ഞ് യാത്ര ചെയ്യണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാനിപ്പോൾ കർത്താവിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുക. എനിക്ക് രണ്ട് രീതിയിൽ യാത്ര ചെയ്യാം. ഞാൻ സ്തോത്രം രക്ഷയുടെ വചനം കേട്ടു, ആമേൻ, എനിക്കിത് ഇങ്ങനെ പുറകോട്ട് യാത്ര ചെയ്യാം. കർത്താവ് അവിടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശു അവിടെ ഇരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ വേണമെങ്കിൽ യാത്ര ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അതേ സമയത്ത് ഞാൻ ഇവിടെ നിന്നും നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം.
പ്രൈസ് ദി ലോർഡ്. ഇതിൽ ഏതാണ് അഭികാമ്യം, ഏതാണ് നല്ലത്? പലപ്പോഴും ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സംഭവിക്കുന്നത്, അവര് സ്വർഗത്തെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, പ്രത്യാശയുണ്ട്, യേശുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ചുള്ള ഉറപ്പുണ്ട്. അവർ കർത്താവിങ്കലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അവരുടെ നോട്ടം ഇങ്ങോട്ടാണ്, നോട്ടം ലോകത്തിലേക്കാണ്. ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് കർത്താവിലേക്ക് നടക്കുക. ഇതൊരു വലിയ അപകടം പിടിച്ച പണിയാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അപകട സാധ്യതയുണ്ട്, ഇല്ലേ? ശരിയല്ലേ? എന്നാൽ നമ്മുടെ നോട്ടം കർത്താവിലേക്ക് തിരിച്ചിട്ട് അങ്ങനെ ഒന്ന് യാത്ര ചെയ്താൽ അത് എത്ര അനുഗ്രഹമാണ്. ഇന്ന് പലപ്പോഴും ദൈവസഭയ്ക്ക് പറ്റുന്നത് ലോകത്തെ മുഴുവനും വേണം, ലോകത്തിന്റെ മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുക, ലോക മനുഷ്യൻ കാണിക്കുന്നതിനെ മുഴുവൻ അനുകരിക്കുവാനുള്ള വെപ്രാളമുണ്ട്. ശരിയല്ലേ? വിശുദ്ധന്മാരും വിശുദ്ധമതികൾക്കും ലോകത്തിന്റെ ട്രെൻഡിനനുസരിച്ച് തങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലോകം എന്തൊക്കെ കാണിക്കുമോ അതിലോട്ട് ആർത്തിയോടെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിലേക്ക് നടക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനം എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് സിയോൻ യാത്ര നടത്തിയാൽ അത് അപകടമാണ്, അല്ലേ? ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് യേശുവിലേക്ക് യാത്ര ചെയ്താൽ അത് പരാജയമാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3:14 ഇങ്ങനെ പറയുന്നു, പിമ്പിലുള്ളത് മറന്നും കൊണ്ട് മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്കോടുന്നു. അപ്പൊ പിമ്പിലുള്ളത് മറക്കണം. നമ്മൾ തിരിഞ്ഞിട്ടില്ല, നമ്മൾ ദൈവസഭ വരുന്നുണ്ട്, കർത്താവിന്റെ മടങ്ങിവരവിന്റെ പ്രത്യാശയോടെ സ്തോത്രഗാനങ്ങൾ പാടുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നോട്ടം ലോകത്തുനിന്ന് മാറിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നോട്ടം ഈ ലോകത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ നിന്നും നമ്മുടെ നോട്ടം മാറാതെ സിയോൻ യാത്ര നടത്തിയാൽ ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ദൈവസഭയ്ക്കകത്ത് വന്നത്. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവൃത്തിക്കാരായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ ആദ്യ തുക, ആത്യന്തമായിട്ട് അതിന്റെ നേട്ടം എന്താന്ന് ചോദിച്ചാൽ രക്ഷ. പ്രൈസ് ദി ലോർഡ്. രക്ഷയാണ് ദൈവത്തിന്റെ കൃപയിലൂടെ നമുക്ക് ലഭിച്ച. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ കൃപയാൽ കിട്ടിയ രക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം നിത്യതയാണ്. കൃപയാൽ കിട്ടിയ ഈ രക്ഷ നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നത് സ്വർഗത്തിലാണ്. പൗലോസ് പറയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരരുത് എന്ന് പറഞ്ഞാൽ, കൃപയാൽ രക്ഷ പ്രാപിച്ചു, എന്നാൽ ഇത് വ്യർത്ഥമായി ഉപയോഗശൂന്യമായി തീരാൻ സാധ്യതയുള്ള, അങ്ങനെ നിങ്ങളെ ആക്കാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നോട്ടം ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റണം. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യണം? തിരിഞ്ഞിങ്ങനെ നടന്നാൽ നമ്മുടെ നോട്ടം മുഴുവനും അവിടാണ്. ഇവിടെ നമുക്ക് മുൻഗണനകളുണ്ട്. ഞാൻ ഈ ലോകത്തിലേക്ക് നോക്കി കഴിയുമ്പോൾ അങ്ങേയറ്റത്ത് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിപ്പോ ഇവിടെ നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക.
ഏറ്റവും പുറകിലോട്ടാണ് എനിക്ക് വരേണ്ടതെങ്കിൽ ആ പുറകിലിരിക്കുന്ന വ്യക്തിയുടെ മുഖമാണ്. രണ്ടാമത് തൊട്ട് മുമ്പിലിരിക്കുന്ന ആള്, അതിന് തൊട്ട് മുമ്പിലിരിക്കുന്ന ആള്. ഞാൻ അങ്ങേയറ്റത്തേക്ക് വരേണ്ട ആളാണെങ്കിൽ അങ്ങേയറ്റത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖമാണ് എന്റേത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ നേരെ തിരിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അങ്ങോട്ടേക്കുള്ള നോട്ടത്തിലെ മുൻഗണനകൾ മാറാൻ തുടങ്ങും. ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ എനിക്കിതെല്ലാം പ്രൈസ് ദി ലോർഡ് ഒന്നുമല്ല എന്ന് മനസ്സിലാകും. നമ്മൾ പലപ്പോഴും നമ്മുടെ പല ദുഃഖങ്ങളുടെയും കാരണം കൂടുതൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ദൂത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നു, നമ്മൾ ദൈവവചനത്തെ വളരെ ഇഷ്ടത്തോടെ കേൾക്കുന്നു എന്ന് പറയുന്നു, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നോട്ടം മുഴുവൻ ലോകത്തിലും ലൗകിക കാര്യങ്ങളിലും ആകയാൽ അതാണ് നമ്മുടെ സ്തോത്രം എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. അവൻ ദൈവരാജ്യത്തിന്റെ അനുഭവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാൻ പറ്റുന്നവൻ ആരാണ്? യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓട്ടം ഓടുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തുവാ? ആമേൻ. അത് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അപ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കി തന്നെ ഓടണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ സ്തോത്രം, സകല ഭാരവും മുറുകെ പറ്റുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ വസിക്കുന്നവരാണ്. നാം ടേൺ ബൈക്ക് എടുത്തുകൊണ്ട് ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ കർത്താവിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നവരാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന ഉറപ്പാ, അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. പ്രൈസ് ദി ലോർഡ്. വേറെ പലയിടങ്ങളിലും നോക്കിയതല്ല, ആമേൻ സ്തോത്രം, നമ്മുടെ ഉള്ളിലെ പ്രകാശം നഷ്ടപ്പെടുത്തിയതേ ഉള്ളൂ. യേശു ക്രിസ്തുവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിപ്പാൻ സ്വർഗമിട വരുത്തിയില്ല. അപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഞാൻ പിമ്പിലുള്ളത് മറക്കുന്നു. നമ്മൾ പിമ്പിലുള്ളതിനെ ഓർത്തുകൊണ്ട് പലപ്പോഴും സഭയ്ക്കകത്തിരിക്കുമ്പോഴും ആമേൻ ഈ ലൗകിക കാര്യങ്ങളുടെ അതിപ്രസരത്തിന്റെ ചിന്തകളാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, കർത്താവിലേക്ക് വരുമ്പോൾ, കർത്താവിനോട് അടുക്കുമ്പോൾ ഇതെല്ലാം മാറാൻ തുടങ്ങും. അപ്പോൾ ഈ മാനസാന്തരത്തിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകണം. മാനസാന്തരപ്പെട്ടു, ലോകയാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന നാം പെട്ടെന്ന് കർത്താവിന്റെ വിളിക്കനുസരിച്ചു ലോകത്തിൽ നോക്കിയുള്ള യാത്രയ്ക്ക് നല്ല സ്പീഡാ. എന്നാൽ മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിലേക്ക് തിരിയുമ്പോൾ പിന്നെ റിവേഴ്സ് ഗിയറാ. ഈ ലോകത്തിൽ ഓടുന്ന അതേ സ്പീഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ഗിയറിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് റിവേഴ്സ് ഗിയർ ഇട്ടാൽ എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഇടേണ്ടി വരത്തില്ല. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. പിന്നീട് ആ വണ്ടിയുടെ ഗിയർ ബോക്സ് എല്ലാം അടിച്ചു പോകും. നമ്മള് ഈ ലോകത്തിലുള്ള യാത്ര അവിടെ നിർത്തുന്നു, പിന്നെ കർത്താവിലേക്ക് തിരിയുന്നു. പിന്നെ ഇതേ സ്പീഡിലാണ് നമുക്ക് ഓടാൻ പറ്റുന്നത്, ഇതേ സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും ദൈവവചനത്താൽ കർത്താവിലേക്ക് തിരിഞ്ഞ് മനസ്സ് പുതുക്കി ഓരോ ദിവസം പുതുക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാം ഇത്രയും വചനം കേട്ടു, നമ്മുടെ മനസ്സിന് പുതുക്കമുണ്ടോ? നമ്മുടെ ഉള്ളിൽ നിന്ന് വിദ്വേഷവും പകയും ഇതൊക്കെ മാറിയോ? വൈരാഗ്യം മാറിയോ? പെട്ടെന്ന് നമുക്ക് ക്ഷോഭിതരായി പ്രകോപിക്കപ്പെടുന്ന വാക്കുകൾ അത് കുറഞ്ഞോ കൂടിയോ? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞില്ലേ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? അവൻ തന്നെത്താൻ ത്യജിക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? തന്റെ ക്രൂശ് എടുക്കണം, പിന്നെ തന്നെ അനുഗമിക്കണം. നമ്മൾ തന്നെത്താൻ ത്യജിക്കാൻ നമ്മൾ തയ്യാറാവാത്തിടത്തോളം കാലം നമ്മുടെ ക്രൂശ് എടുപ്പാൻ നമുക്ക് കഴിയത്തില്ല.
യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ചത് കൊണ്ടാണ് സ്വർഗപിതാവ് അവൻ ഒരുക്കിയ ക്രൂശെടുപ്പാൻ അവന് കഴിഞ്ഞത്. തന്നെത്താൻ ത്യജിക്കാതെ നമുക്ക് ദൈവം ഒരു ക്രൂശ് ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശല്ല നമ്മൾ എടുക്കേണ്ടത്. ക്രിസ്തുവിനെ പിൻപറ്റിയ ദൈവമക്കൾക്ക് ദൈവം ഈ ഭൂമിയിൽ ക്രിസ്താനുരൂപരായി ജീവിക്കുവാൻ, ദൈവിക സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പേർ ജീവിക്കുവാൻ അവനൊരു ക്രൂശുണ്ട്. അത് ലോകം തരുന്ന ക്രൂശ. ഈ ലോകം തരുന്ന ക്രൂശിനെ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കാത്തവൻ എന്ത് ക്രൂശാ ഉള്ളത്? അല്ലേ? നമ്മൾ നമ്മെ തന്നെത്താൻ ത്യജിക്കാതിരിക്കുന്നിടത്തോളം കാലം ഒരു ക്രൂശും ചുമക്കേണ്ടി വരുന്നില്ല. നമ്മൾ നമ്മെ തന്നെ തന്നെത്താൻ ത്യജിച്ചിട്ട് എന്ത് ചെയ്യണം? ക്രിസ്തു നമ്മുടെ അകത്തു വരുമ്പോൾ ലോകം നിനക്കൊരു ക്രൂശ് അങ്ങ് തരും. ക്രിസ്തു നിന്റെ അകത്തു വന്നെങ്കിൽ ലോകം നിനക്കൊരു ക്രൂശ് തരും. ഈ ക്രൂശിനെ നാം എടുക്കണം. ക്രിസ്തു നമ്മുടെ അകത്തു വന്നെങ്കിലേ, ക്രിസ്തുവിന്റെ സാക്ഷ്യമായി നാം ജീവിക്കാൻ തുടങ്ങുമ്പോഴേ ലോകത്തിന്റെ ക്രൂശ് വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രിസ്തുവിന്റെ സാക്ഷ്യമായി നാം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ലോകം നമ്മെ ക്രൂശിക്കും. അത് ദൈവത്താൽ അനുവദനീയമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സാക്ഷിയായി ജീവിക്കുമ്പോൾ ലോകം നിങ്ങളെ വിടക്കെന്നും നിങ്ങളെ കൊണ്ട് സകല തിന്മയും കളവായി പറയും. അവർ എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവം അനുവദിച്ച ക്രൂശ. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മറവിൽ നിന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ലോകം നിന്നെ പകയ്ക്കുന്ന ലോകത്തിന്റെ ക്രൂശ് നിന്നെ തേടി വരുമ്പോൾ ഇതിങ്കൽ നമ്മൾ ആശ്ചര്യപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവപുത്രനെ പകച്ച ലോകം എന്നെയും പകയ്ക്കുമെങ്കിൽ ആ കർത്താവിന്റെ ക്രൂശിൽ ഞാൻ പ്രശംസിക്കും. ഞാൻ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കും. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മുഖേന എന്റെ ജീവിതത്തിൽ വരുന്ന ക്രൂശിൽ ഞാൻ പ്രസംഗിക്കും, ഞാൻ പ്രശംസിക്കും. കാരണം പ്രൈസ് ദി ലോർഡ്, എന്നെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നത്, എന്നെ നിത്യതയിലോട്ട് അടുപ്പിക്കുന്നത്, എന്നെ തേജസ്സിലേക്ക് അടുപ്പിക്കുന്നത് ഈ ക്രൂശ് എന്റെ മേൽ വന്നതുകൊണ്ടാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ പിമ്പിലുള്ളത് മറക്കുന്നു. പിമ്പിലുള്ളത് മറന്നിട്ട് എന്ത് ചെയ്യുന്നു? മുമ്പിലുള്ളതിനായി ആയിരുന്നു. അപ്പോൾ മുമ്പിൽ എന്തൊക്കെയോ വെച്ചെന്നുള്ളൊരു ഉറപ്പും ബോധ്യവും ഉണ്ടാകണം. മുമ്പിലുള്ളതിനെ വേണ്ടി ആയണമെങ്കിൽ മുമ്പിലുള്ളതിനെ സംബന്ധിച്ചൊരു ബോധ്യം വേണം. അല്ലേ? ആമേൻ. മുമ്പിലുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും ധൈര്യവും ഇല്ലാത്തവന് അങ്ങോട്ട് ആയാൻ പറ്റുമോ? ഇല്ല. പിമ്പിലുള്ളത് മറന്നു കളയണമെങ്കിൽ പിമ്പിൽ വിലയേറിയ പലതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്. ഞാൻ 8-ാം നാളിൽ പരിച്ഛേദനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, പരീക്ഷയിൽ ജനിച്ച പരീക്ഷൻ, ആമേൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ആമേൻ സഭയെ ഉപദ്രവിച്ചവൻ, കുറെ കാര്യങ്ങൾ എഴുതി വെക്കുക. തനിക്ക് തൻ്റെ ആമേൻ പിമ്പിലുള്ളതിൽ ഒത്തിരി പ്രശംസിപ്പാനുണ്ട്. തന്നോട് പറയുന്നുണ്ട്, പിമ്പിലുള്ള പലതിലും പ്രശംസിപ്പാനുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം ഈ പിമ്പിൽ പ്രശംസിപ്പാൻ നിൽക്കുന്നതെല്ലാം എന്ത് ചെയ്യുന്നു? ചാവ് പറന്നെണ്ണുന്നു. എന്നിട്ട് പറയാണ്, എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ ക്രൂശിനെ നോക്കി യാത്ര ചെയ്യുന്നവൻ, യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്നവൻ, അവന്റെ പ്രശംസ മുഴുവനും ക്രൂശിങ്കലായിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ലോകത്തിലേക്ക് നോക്കിയുള്ള, ലോകത്തിലെ ഭൗതികതയെ നോക്കിയുള്ള, ലൗകികതയെ നോക്കിയുള്ള ഈ നോട്ടം അവിടെ നിന്ന് മാറ്റിയിട്ട് നാം നേരെ തിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് പോവുക. അപ്പോഴാണ് ഓട്ടത്തിന് സ്പീഡ് കിട്ടുന്നത്. ഞാൻ ഈ ലോകത്തിലേക്ക് നോക്കി എത്ര സ്പീഡിൽ ഓടിയാലും എന്നാ സ്പീഡ് കിട്ടും? ഞാൻ അങ്ങോട്ടേക്ക് നോക്കി ഇങ്ങോട്ട് ഓടിയാൽ എന്നാ സ്പീഡ് കിട്ടാനാണ് സാധ്യത? അഥവാ സ്പീഡ് എടുത്താൽ തന്നെ ഞാൻ അലച്ചുകെട്ടി താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലേ? ഇതാണ് വിശ്വാസിക്ക് പറ്റുന്ന ഏറ്റവും വലിയ ദുരന്തം. വിശ്വാസത്തിൽ വന്നു പ്രത്യാശ ഗാനങ്ങളെ പാടത്തുള്ളൂ, എന്നും പ്രാർത്ഥനയുണ്ട്, സഭായോഗത്തിൽ പോവും,
പക്ഷെ ലോകത്തിലേക്ക് നോക്കിയായിരുന്നു സംഭവം മുഴുവൻ. ലോകത്തിന്റെ പല കാര്യങ്ങളിലും ആകൃഷ്ടരായിട്ട് അതിനെ നോക്കിക്കൊണ്ടായിരുന്നു വിശ്വാസയാത്ര നടത്തിയത്. അവർ വീണുപോയി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ യാത്ര ക്രിസ്തുവിലേക്കായിരിക്കട്ടെ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. പ്രൈസ് ദി ലോർഡ്. തന്റെ മുന്നിലുള്ള സന്തോഷത്തെ അവൻ ഓർത്തപ്പോൾ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ഇങ്ങനെ അവൻ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. നമ്മുടെ നോട്ടം കർത്താവിലേക്ക് നടക്കുക. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ എല്ലാ വചനങ്ങളും നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നാം രണ്ടാമത് വായിച്ചു 1 തെസ്സലോനിക്കർ 4:3. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എബ്രായർ 12:14. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ക്രിസ്തുവിലേക്ക് നോക്കി യാത്ര ചെയ്താലേ ശുദ്ധീകരണം സാധ്യമായി തീരൂ. ക്രൂശിലേക്ക് നോക്കി വിശ്വാസ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ഈ ഓട്ടം അർത്ഥമുള്ളതായി തീരത്തുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ പ്രൈസ് ദി ലോർഡ്, മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം കെട്ടിയില്ലെങ്കിൽ, അവൻ വിജയമെടുക്കുന്നില്ലെങ്കിൽ ഈ ഓട്ടത്തിനകത്ത് മല്ല് കെട്ടിയിട്ടുണ്ട്. ആമേൻ. ക്രൂശിനെ നമ്മോട് ചേർത്ത് ബന്ധിച്ചിട്ടാണ് ഈ ഓട്ടം ഓടേണ്ടത്. എവിടെങ്കിലുമൊക്കെ പരാജയപ്പെടുവാൻ ക്രൂശിനെ നീ ചേർത്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ ക്രൂശിതനായവൻ നീ പരാജയപ്പെടുവാൻ സമ്മതിക്കത്തില്ല. അവന്റെ ക്രൂശ് നീ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ലോകത്തെ ജയിച്ചവനാ. ക്രൂശിതനായവൻ നീ പരാജയപ്പെടുവാൻ സമ്മതിക്കത്തില്ല. നീ വീണു പോകുവാൻ സമ്മതിക്കത്തില്ല. നീ തീർന്നു പോകുവാൻ സമ്മതിക്കത്തില്ല. നിനക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി തീരുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്തേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓട്ടം കർത്താവേ, ആമേൻ, സ്തോത്രം, അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയോടെ തന്നെയായിരിക്കട്ടെ. ലോകത്തെ നോക്കിക്കൊണ്ട് ഓടുന്നവന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കത്തില്ല. ലോകത്തെ നോക്കിക്കൊണ്ട് ഓടുന്നവന് ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ ശക്തി അവനിലേക്ക് പകരുന്നത്. അവൻ വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്വാസികളുടെ മനസ്സ് പോലും കുരുടാക്കി കളയുന്ന പൈശാചിക വ്യാപാരം ശക്തമായി നിൽക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവൻ ലേഖനത്തിലൂടെ അതിന് മുന്നറിയിപ്പ് നൽകുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. ക്രിസ്തുവിലേക്ക് നോക്കാതെ ഈ ഓട്ടം ഓടുന്നവനെല്ലാം അവിശ്വാസികളാണ്. യേശു ക്രിസ്തുവിലേക്ക് നോക്കി ഓട്ടം ഓടുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അപ്പൊ ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, ഈ സുവിശേഷത്തിനകത്ത് തേജസ് ഉണ്ട് കേട്ടോ. ഈ സുവിശേഷത്തിനകത്ത് അന്ധകാരമല്ല ഉള്ളത്. നിന്റെ അന്ധകാരത്തെ മാറ്റുന്നതാണ് ഈ സുവിശേഷം. ആമേൻ. നിന്റെ ഇരുട്ടിനെ മാറ്റുന്നതാണ് ഈ സുവിശേഷം. നിന്റെ മേലൊരു തേജസ് അണിയിക്കുന്നതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷത്തിന്റെ തേജസ് വ്യാപരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഈ ക്രിസ്തുവിനെ നോക്കി ഓടുമ്പോൾ ഈ തേജസ് നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ദൈവം എവിടെങ്കിലും ഇരുട്ടിനകത്ത് നിന്നെ പിടിച്ചു വെക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദൈവിക തേജസ്സിന്റെ സുവിശേഷം ഇരുട്ടിനെ മാറ്റുന്നതാണ്. ദൈവ തേജസ്സിന്റെ സുവിശേഷം ഇരുളിനെ മാറ്റുന്നതാണ്, അന്ധകാരത്തെ മാറ്റുന്നതാണ്, അപൈശാചികതയെ മാറ്റുന്നതാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ തേജസ്സോടുകൂടെ വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കർത്താവിനെ നോക്കി ഓടുകയാണെങ്കിൽ ദൈവപ്രതിമയായ ക്രിസ്തു, തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കുന്നവരായി തീരണം. ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്യുന്നു? ഈ ലൗകിക കാര്യങ്ങൾ കാണിച്ചുകൊണ്ട്, ലൗകിക കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മളെ കണ്ണിനെ കുരുടാക്കുന്നു, നമ്മളെ ഹ്രസ്വദൃഷ്ടിയുള്ളവരാക്കി തീർക്കുന്നു. ഹ്രസ്വദൃഷ്ടിയുള്ളവൻ ഈ ലൗകിക കാര്യങ്ങളിലേക്ക് നോക്കത്തുള്ളൂ. വിശ്വാസത്തിൽ വന്നാലും അവന്റെ
ഉദ്ദേശവും പ്രാർത്ഥനയും ലക്ഷ്യവും മുഴുവൻ ലൗകികതയിലാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ലൗകികന്മാരല്ലെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയെ നോക്കി പരിശുദ്ധാത്മാവും അത് തന്നെ പറയട്ടെ. നമ്മളാരും ലൗകികന്മാരായി തീരരുത്. നമ്മൾ ലൗകികന്മാരായി തീർന്നാലുള്ള വിഷയം, ആമേൻ, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കും പിന്നെ നമ്മെ ഭരിക്കാൻ തുടങ്ങുന്നത്. നമ്മൾ ലൗകികന്മാരായി തീർന്നാൽ ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ കണ്ണുകുരുടാക്കും. കണ്ണുകുരുടാക്കിയാൽ ഏറ്റവും വിലപ്പെട്ടതിനെ വില കുറഞ്ഞതാക്കി തോന്നിപ്പിക്കും. ഏറ്റവും വിലപ്പെട്ട സ്വർഗത്തെ, സ്വർഗീയമായതിനെ ചെറുതാക്കി കാണിച്ചിട്ട് ഈ ലോകത്തിലെ സംഗതികൾ വലുതാക്കി കാണിക്കും. അതാ കണ്ണുകുരുടാക്കുക, ഹ്രസ്വദൃഷ്ടിയുള്ളവരാക്കി തീർക്കുക. ഈ ലോക ജീവിതത്തിലെ സംഗതികളിലേക്ക് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിശാചിന്റെ പരിപാടിയാണ് ഹ്രസ്വദൃഷ്ടിയുള്ളവരാക്കി തീർക്കുക. പത്രോസ് അതിനെക്കുറിച്ച് പറയാണ്, ഹ്രസ്വദൃഷ്ടിയുള്ളവരായി തീരരുത്. ആമേൻ. സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത് നിത്യമായ കാണാത്ത കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിശ്ചയമാണ്. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിലേക്ക് നയിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഒത്തിരി വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് നാം ഇവിടം വിട്ട് ഇറങ്ങുമ്പോൾ നമ്മെ തന്നെ ചതിക്കുന്നവരാണോ? ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, ഭ്രമങ്ങൾ നമ്മെ കയറി പിടിക്കുമോ? ഈ ലോകത്തിന്റെ ലൗകികതയുടെ അതിപ്രസരത്താൽ നമ്മൾ വീണുപോകുന്നുവോ? അങ്ങനാണെങ്കിൽ നാം നമ്മെ തന്നെ ചതിക്കുന്നവരായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ക്രിസ്തുവിലേക്ക് നമ്മെ ഒന്നുകൂടി അടുപ്പിക്കട്ടെ. ഈ ലോകത്ത് ദൈവം തന്നിരിക്കുന്ന നന്മകൾ അനുഭവിക്കരുതെന്നല്ല, നല്ല ഫുഡ് കഴിക്കരുതെന്നല്ല, ദൈവത്താൽ വചനവിരുദ്ധമായതല്ലാത്ത എല്ലാ നല്ല നന്മകളും നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഒക്കെ സ്വർഗത്തിലെ പിതാവിൽ നിന്ന് തന്നെയാണ്. ആമേൻ, സ്തോത്രം. ഒരു സന്യാസി വേഷം ധരിച്ചുകൊണ്ട് ഏതെങ്കിലും മലമുകളിൽ പോയി ഇരുന്നു കൊണ്ട് ലോകം വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട എന്ന് പറയുന്നതുമല്ല വിശ്വാസ ജീവിതം. ഈ ലോകക്കാരുടെ ഇടയിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുന്നവൻ ഈ ലോകത്ത് വക്രതയുടെ നടുവിലാണോ, കോട്ടമുള്ള തലമുറയുടെ നടുവിലാണോ, എന്തിന്റെ നടുവിലാണെങ്കിൽ നീ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നിന്നാൽ നീ ശോഭിക്കുന്നവനായി തീരും, നീ തേജസ്സുള്ളവനായി തീരും, നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർന്നു തന്നെ ഇരിക്കോ, നിന്റെ കൊടി ഉയർന്നു തന്നെ ഇരിക്കോ. നിന്റെ മേൽ യഹോവ നിസി ജയക്കൊടി ഉയർത്തുന്ന ദൈവം തന്നെയാണ്. കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. എല്ലാവരും അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവന്റെ സാന്നിധ്യത്തിനകത്തെ വിടുതലുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇരുട്ടിന്റെ അധികാരങ്ങൾ മാറട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് ജയമെടുക്കുന്നു. ആദിപതിയേ അനന്ത കൃപാ ഇരുന്നാനിയേ ഓ അനുഗ്രഹത്തെ. ആദിപതിയേ അനന്ത കൃപാ